ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ടെക്നിക്കൽ സൈഡ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ കുറച്ച് പല പാരാമീറ്റേഴ്സും പറയും. ആ പാരാമീറ്റേഴ്സിന് എന്താണ് അർത്ഥമുള്ളതെന്നും അത് വെച്ചിട്ട് എവിടെ ട്രേഡ് നടത്തണമെന്നല്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആയിട്ടുള്ള ഒരാൾ, റിറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിന് നേരത്തെ എത്ര വാല്യൂ ആണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതിലേക്ക് താഴത്തേക്ക് ഇറക്കുമ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് അത് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പണ്ട് ഉയർന്ന് എഴുന്നേറ്റിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ നമുക്ക് ഇവിടെ എത്തിയായിരുന്നെങ്കിൽ, ഇവിടെ വെച്ച് വിട്ടായിരുന്നെങ്കിൽ നമുക്ക് മാക്സിമം പൈസ കിട്ടിയേനെ എന്നുള്ള ഒരു തോന്നൽ എത്തുന്ന ഒരു ഏരിയയാണ് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോൾ നേരത്തെ നഷ്ടമുണ്ടായവർക്കും ഒരു റിലീഫ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മുതൽ ചിലവാക്കിയ പൈസ എത്തി എന്നൊരു തോന്നൽ വരും. ഇത് ആകെ മൊത്തം വരുന്നിടത്താണ് നമ്മൾ ടെക്നിക്കലായിട്ട് റെസിസ്റ്റൻസും അതേപോലെ തന്നെ സപ്പോർട്ടും കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ ഒന്നാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, RSI എന്ന് പറയും. അത് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വേഴ്സസ് പാനിക് മീറ്ററാണ്. അപ്പോൾ RSI ഒരു 70 കൂടുതലാണെന്ന് വിചാരിക്കുക. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രീഡ് ഏരിയയാണ്. അതായത് നമ്മൾ ഒരു ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിന് പുറകെ ചേസ് ചെയ്തിട്ട് പോകുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണത്. ഇപ്പോൾ RSI 30 താഴെയാണെന്നെങ്കിൽ അതൊരു ഫിയറാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് ഡംപ് ചെയ്തിട്ട് ഓടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ അതിന് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ഇൻഡിസിഷൻ ഏരിയയാണ് നടക്കുന്നത്. മാർക്കറ്റ് ചീപ്പും അല്ല, എന്നാൽ അത്ര അട്രാക്റ്റീവും അല്ല. അതിനകത്ത് ഒരു ഡിപ്പ് വരുന്നിടത്താണ് ഇപ്പോൾ ആൾക്കാർ വാങ്ങുന്നത്. ഇപ്പോൾ ഒരു മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ് 200 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് ആ വാല്യൂവിൻ്റെ ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി തോന്നും. 200 ദിവസത്തിൻ്റെ വാല്യൂ ഇത്രയായിരുന്നു, അപ്പോൾ അതിലേക്ക് എത്തുന്നത് ആണ് ഒരു സെക്യൂറായിട്ട് നമുക്ക് തോന്നുക. അല്ലെങ്കിൽ അതിനകത്തേക്ക് താഴെ പോകുമ്പോൾ ഇത് വെള്ളത്തിലായല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ അങ്ങനെ തന്നെ അത് ആവണമെന്നില്ല. അത് താഴ്ന്നു പോകുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമുക്ക് ലാഭത്തിൽ വാങ്ങാൻ കിട്ടുന്നത്. പക്ഷേ സിമ്പിൾ മൂവിങ് ആവറേജ് ഒരിക്കലും ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. പിന്നെ ഒരു ഫിയർ ഗേജ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ഫിയർ ഗേജ് 20 മുകളിലാണെങ്കിൽ അത് ആൻഷ്യസ് ആണ്, അല്ലെങ്കിൽ ഹെഡ്ജിങ് ആണ്, അത് വോളറ്റിലിറ്റി ഉണ്ട്, അത് പുട്സ്, അതായത് ബൈയിങ് പ്രൊട്ടക്ഷൻ ആണ് അതിനെ ഉദ്ദേശിക്കുന്നത്, അതിനെ അർത്ഥമാക്കുന്നത്. ലോ ആയിട്ടുള്ള ഒരു ഫിയർ ഗേജ് ഫാക്ടറാണ്. 15 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു കംപ്ലേസൻ്റ് ആണ്, അത് ഫീൽ സേഫ് ആണ്. പക്ഷെ അത് ഒരു പക്ഷേ താഴേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കവുമായിരിക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആകമത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ FIIs എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മുടെ അടുത്തേക്ക് അവർ ഹോട്ട് മണിയാണ് കൊണ്ടുവരുന്നത്. അവർ ലോകത്തിൽ, അത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു മണിയാണ്. അത് ലോകത്തിലെവിടെയും അവർക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുപോയിടുകയും അതേപോലെ തന്നെ വലിക്കുകയും ചെയ്യും. അപ്പോൾ അത് വരുമ്പോൾ ഒരു ഫ്ലക്ച്വേഷൻസ് വരും. ഇതൊക്കെ പക്ഷേ ഇൻ്റർനാഷണൽ ക്യൂസിൻ്റെ പുറത്താണ്. അതായത് ഫെഡ് റേറ്റ്, കറൻസി, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ റിസ്ക്, ഇതെല്ലാം വരുമ്പോഴാണ് അതിനകത്ത് വരുന്നത്. ഈ ഫോമോ വരും. അതിനകത്തേക്ക് അവർ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോമോ വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ ഇടുമ്പോൾ അത് ഒരു മുകളിലേക്കുള്ള ഒരു കയറ്റമായിരിക്കും. അപ്പോൾ നമ്മൾ വിട്ടുപോയല്ലോ, നമ്മുടെ ലാഭം വിട്ടുപോയല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരും. അതേപോലെ തന്നെ അവർ വിട്ട് കഴിയുമ്പോൾ ഒരു പാനിക് ഉണ്ടാവും, അത് താഴത്തേക്ക് പോകുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. പക്ഷേ ഇപ്പം FIIs അല്ല ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ DIIs, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ്, അതേപോലെ തന്നെ SIPs, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം. ഇവരുടെ സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു സ്റ്റെബിലൈസറാണ്.
അതായത് FIIs പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അത് സ്റ്റേബിളായിട്ട് നിർത്തുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അത് തന്നെയല്ല കണ്ടമാനം ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് അവർ തരും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ FIIs DIIs ബൈ ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ഒരു റാലിയാണ് അവിടെ വരിക. അത് ചിലപ്പോഴൊക്കെ ആ ഒരു റാലി നമ്മൾ 2021 അങ്ങനെ ഒരു റാലി വന്നിരുന്നു. അതേപോലെ തന്നെ 21 മുതൽ 24 വരെ അങ്ങനെ ഒരു റാലിയാണ് സ്ഥിരമായിട്ട് നോക്കിയാൽ കാണുക. പക്ഷേ അതിനുശേഷം 25 അത് മാറി FIIs സെല്ല് ചെയ്തു, DIIs ബൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്തൊരു ഫിയർ ഫ്രം ഗ്ലോബലായിട്ടുള്ള ഒരു അൺസർട്ടനിറ്റിയും അതേപോലെ തന്നെ ലോക്കലി നമുക്കുള്ള ഒരു കോൺഫിഡൻസുമാണ് അത് ഉദ്ദേശിക്കുന്നത്. FIIs DIIs സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാനിക്കാണ്, അത് എല്ലാം കൂടെ താഴേക്ക് പോകും. അപ്പോഴാണ് ക്രാഷ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുക. പക്ഷെ അങ്ങനെ ഒരു ക്രാഷ് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് അവസരമായിട്ടിരിക്കാം. FIIs ബൈ ചെയ്യുകയും DIIs സെല്ല് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിക്കുക. അത് ഒരു ലോക്കൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അതായത് FIIs വരുന്നു എങ്കിൽ പിന്നെ DIIs കുറച്ച് പേര് അത് സെല്ല് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കും. അതാണ് അപ്പോൾ സംഭവിക്കുക. ഇതിനകത്തൊക്കെ നമ്മൾ ഒരു സിംഗിൾ ഡേയിലേക്ക് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാനിത് സംസാരിക്കുന്നത് മുഴുവൻ ഒരു മീഡിയം ടേം ടു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചായിട്ടാണ്. അപ്പോൾ സിംഗിൾ ഡേ ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏകദേശം. SIP അല്ലെങ്കിൽ SIP മാതിരിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുക. അത് സെൻറ്റിമെൻറ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം. എമോഷണൽ ആയിട്ടുള്ളൊരു ബൈയിങ്ങോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് SIP ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എമോഷണൽ അല്ലാത്ത ഒരു SIPയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ വേറൊരാൾ വഴി ചെയ്താലും നമ്മൾ തന്നെ ചെയ്താലും അത് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് നമ്മളത് ചെയ്യണം, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ആവറേജിങ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ഡിപ്പ് വരുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ റിറ്റെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും വിൽക്കുന്നത് അവരുടെ ഒരു ആവശ്യത്തിനായിരിക്കാം. അതൊരിക്കലും ഒരു റാലിയെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പിനെയോ ഒന്നും ഉദ്ദേശിക്കണമെന്നില്ല. പിന്നെ കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നതാണ്. അതായത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടി വരും. എങ്കിൽ എനിക്ക് ഇത്രയും റിസ്ക് എടുത്തിട്ട് എനിക്ക് ഇത്രയും ലാഭം കിട്ടി, എങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാമെന്ന് എക്സസീവായിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരും. അതിനാണ് കോൺഫിഡൻസ് ബയാസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡിസ്പോസിഷൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇത്രയും ഒരു നല്ലൊരു വാല്യൂ എത്താൻ സാധ്യതയുള്ള ഒരു സാധനം നമ്മൾ ഒരു 10% അല്ലെങ്കിൽ 15% പ്രോഫിറ്റ് എത്തുമ്പോൾ തന്നെ നമ്മളത് സെല്ല് ചെയ്തിട്ട് ഇതെടുക്കുക, പ്രോഫിറ്റ് എടുക്കുക. ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ ഓരോ സ്റ്റോക്കും പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഒരു ലോസ് ഓഫ് അവേർഷൻ എന്ന് പറയുന്ന തീരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 രൂപ നഷ്ടമാവും എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ 1000 രൂപ ലാഭം കിട്ടിയാൽ നമുക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു എന്താ പറയണ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു വഴിയാണ്. പിന്നെ ഇതിന് ജനറലി ഉള്ള ഒരു അഡ്വൈസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹേർഡ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഫോമോയൊക്കെ ഒഴിവാക്കണം. എല്ലാവരും പോകുന്നു അതുകൊണ്ട് ഞാൻ പോകാം എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അതേപോലെ തന്നെ ഒരു കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ ചിന്താഗതി എന്താണോ അതിനനുകൂലമായിട്ടുള്ള വാർത്തകൾ നമ്മൾ അബ്സോർബ് ചെയ്യും, ബാക്കിയൊന്നും നമ്മൾ എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആകെ പറയുകയാണെങ്കിൽ നമ്മൾ ഹേർഡ് മെൻറ്റാലിറ്റി കളയണം. അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കണം. എമോഷണലായിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കരുത്. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി അതിനകത്ത് നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു ബഫർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു 10-15% നമ്മൾ ക്യാഷായിട്ട് കയ്യിൽ വെക്കണം.
ഇത് ക്രാഷ് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഇതുവരെ ഒരു ക്രാഷ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ക്രാഷ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാഭം കിട്ടാനുള്ള സാധ്യതയാണ്. എന്താണെങ്കിലും ഒരു എമോഷണൽ IQ അതുപോലെ പോർട്ട്ഫോളിയോ IQ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററുടെ അഡ്വൈസ് കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.